analysis and its applications. ഡയമെൻഷണൽ വിശകലനവും അതിന്റെ ഉപയോഗവും. എന്താണ് ഈ ഡയമെൻഷണൽ അനാലിസിസിന്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ്? നമുക്ക് നോക്കാം. പ്രധാനമായും 3 ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് ഈ ഡയമെൻഷണൽ അനാലിസിസിന് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ നോക്കിക്കേ, ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. നമുക്ക് തന്നിട്ടുള്ള ഒരു ഇക്വേഷൻ ഡയമെൻഷണലി കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടു ഡിറൈവ് എ കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിഫറെന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. പല ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടാവും, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഒരു ഡെറിവേഷൻ വഴി നമുക്ക് അത് ശരിയാണോ നോക്കാം. ടു ഡിറൈവ് കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിഫറെന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. പല ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് കമ്മിങ് ടു ദ ലാസ്റ്റ് വൺ, പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ആണത്. കൺവേർഷൻ ഓഫ് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ടു അനദർ. അതായത് CGS സിസ്റ്റത്തിലുള്ള ഒരു യൂണിറ്റിനെ അതിന്റെ കറസ്പോണ്ടിങ് SI സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ SI സിസ്റ്റത്തിലുള്ള ഒരു യൂണിറ്റിനെ അതിന്റെ കറസ്പോണ്ടിങ് CGS സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. അങ്ങനെ ഒരു യൂണിറ്റിൽ നിന്നും മറ്റൊരു യൂണിറ്റിലേക്ക് ഒരേ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ കൺവേർട്ട് ചെയ്യാൻ നമുക്ക് എന്ത് സാധിക്കും? ഈ ഒരു ഡയമെൻഷൻ അനാലിസിസ് കൊണ്ട് നമുക്ക് സാധിക്കും. സോ ദീസ് ആർ ദ 3 മെയിൻ ആപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. നമുക്ക് ഈ ഓരോ ആപ്ലിക്കേഷന്റെയും ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഞാൻ പറഞ്ഞു നമുക്ക് തന്നേക്കുന്ന ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലെ. അതാണ് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു, ഡയമെൻഷൻ അനാലിസിസിന്റെ. സോ ഇവിടെ നമ്മൾ കാണാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആശയമാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്. അതായത് ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ് എങ്കിൽ the dimensions on either side must be the same. അതിൽ എത്ര ക്വാണ്ടിറ്റീസ് ഉണ്ടോ അവരുടെ എല്ലാം ഡയമെൻഷൻസ് എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. ആ ഒരു പ്രിൻസിപ്പിൾ ആണ് എന്ത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ് എന്ന് പറയുന്നത് നമുക്കതൊന്ന് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഇഫ് an equation contains more than 2 terms, 2 ടേംസിൽ കൂടുതൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ the dimensions of each term must be the same. ഞാൻ പറഞ്ഞു എല്ലാ ടേമിന്റെയും ഡയമെൻഷൻസ് ഈക്വൽ ആയിരിക്കണം. അതിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് x is equal to y plus z എന്നാണ് ഇക്വേഷൻ എങ്കിൽ അത് ഡയമെൻഷനിൽ കറക്റ്റ് ആവുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? ഡയമെൻഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നതും ഡയമെൻഷൻ ഓഫ് y എന്ന് പറയുന്നതും ഡയമെൻഷൻ ഓഫ് z എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. ഓക്കെ, x is equal to y plus z എന്നാണ് ഇക്വേഷൻ വരുന്നതെങ്കിൽ dimension of x will be equal to dimension of y, which will be equal to dimension of z. So നമുക്ക് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ് പല ഇക്വേഷൻസ് വഴി നമുക്ക് ആ കറക്റ്റ്നെസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ എപ്പോഴും എക്സാമിൽ ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഹൗ ക്യാൻ വി ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. അവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന റൂളാണ് എന്ത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ്. സോ നമുക്ക് എക്സാമ്പിൾസ് വെച്ച് നമുക്ക് അത് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ കാണാൻ പോകുന്നത് check the correctness of the equation v is equal to u plus at. നമുക്കിവിടെ ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ വിയുടെ ഡയമെൻഷനും യുവിന്റെ ഡയമെൻഷനും എയുടെ ഡയമെൻഷനും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എന്താണ് വിയുടെ ഡയമെൻഷൻ? ഡയമെൻഷൻ ഓഫ് വി, അതായത് വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി വിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി വെലോസിറ്റി അല്ലേ, അതായത് വെലോസിറ്റി കണ്ടുപിടിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. സോ ഇറ്റ് ഈസ് LT raised to -1 അല്ലേ. നൗ u ഇനീഷ്യൽ വെലോസിറ്റി ആണ്. സോ അതിന്റെ ഡയമെൻഷൻ എന്ത് തന്നെയായിരിക്കും? അവിടെയും എന്ത് തന്നെയായിരിക്കും? LT raised to -1. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന AT എന്ന് പറയുമ്പോൾ എന്താണ്? ആക്സിലറേഷൻ ഇൻടു ടൈം. ആക്സിലറേഷന്റെ ഡയമെൻഷൻ നമുക്കറിയാം എന്താണ്? LT raised to -2 ആണ്. ഇൻടു ടൈം എന്ന് പറയുമ്പോൾ എന്ത് പറ്റും? ഒരു ടിയും കൂടെ വരും. സോ ഇതിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് LT raised to -2 + 1. അതായത് എന്താ കിട്ടുന്നത്? LT raised to -1. ഇവിടെ നോക്കിക്കേ, നമ്മൾ ആദ്യം കണ്ടതും സെക്കൻഡിന്റെ വാല്യൂ അതുപോലെ തേർഡിന്റെ വാല്യൂ
ഇതെല്ലാം സെയിം അല്ലേ നോക്കിക്കേ, അതെ അല്ലെ. V is having the same dimension as that of U and AT. ഇവർക്ക് 3 പേർക്ക് നമുക്ക് കിട്ടിയേക്കുന്നത് സെയിം ഡയമെൻഷൻ തന്നെയല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, V is equal to U plus AT എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താണ്, ഇറ്റ് ഈസ് ഡയമെൻഷനലി കറക്റ്റ്. Okay, so we can say that this equation is dimensionally correct. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതുപോലെ നമുക്ക് എത്ര ടേംസ് ഉണ്ടോ എല്ലാ ടേംസിനും സെയിം ആണോ ഡയമെൻഷൻ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിനു ശേഷം ആൻസർ സെയിം ആണെങ്കിൽ എന്ത് ചെയ്യണം, therefore the equation is dimensionally correct എന്ന് നിങ്ങൾ എഴുതണം. The equation is dimensionally correct. ക്ലിയർ ആണല്ലോ, dimensionally correct. ഓക്കെ, ഇതൊരു സിമ്പിൾ ഇക്വേഷൻ ആയിരുന്നു അല്ലെ. നമുക്ക് അടുത്തൊരു ഇക്വേഷനിലേക്ക് പോവാം. ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ S is equal to ut plus half at square by the method of dimension. അത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അല്ലെ. സോ ഇത് പ്രകാരം എസിനും യുടിക്കും AT സ്ക്വയറിനും എന്തായിരിക്കണം, സെയിം ആയിട്ടുള്ള യൂണിറ്റ് ആണ് വരേണ്ടത്, സെയിം ഡയമെൻഷനാണ് വരേണ്ടത്. ഇവിടെ നമ്മൾ ഹാഫ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല, അതൊരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ കൺസിഡർ ചെയ്യേണ്ട. സോ നമുക്ക് നോക്കാം, എസ് എന്താണ് എസിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഡയമെൻഷൻ ഓഫ് എസ്, നമ്മൾ എല്ലാത്തിനും ഡയമെൻഷൻസ് ആണ് എഴുതാൻ പോകുന്നത്. അപ്പൊ സെപ്പറേറ്റ് ഡയമെൻഷൻസ് ആവശ്യമില്ല, ഡയമെൻഷൻസ് ആണ് എല്ലാം എഴുതുന്നത് കേട്ടോ. ഡയമെൻഷൻസ്, അതിൽ ഫസ്റ്റ് വൺ നമ്മൾ കാണുന്ന ഏതാണ്, എസ്. എസ് നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. സോ അത് നമ്മൾ എന്തിലാ പറയുന്നത്, എൽ. ഒരെണ്ണത്തിന് കിട്ടി. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് യു ടി ഡയമെൻഷനാ, യു ടി അതാണ് അടുത്ത ടേം എന്ന് പറയുന്നത്. യു നമുക്കറിയാം ഇനീഷ്യൽ വെലോസിറ്റി ആണ് അല്ലെ. എൽ ടി റൈസ് ടു -1 ഇൻറ്റു അഗെയിൻ ടൈം എന്ന് പറയുമ്പോൾ ടി ആണ്. സോ ഇത് രണ്ടും നമുക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും, എൽ ടി റൈസ് ടു -1 +1 എന്ന് പറയുമ്പോൾ അത് ക്യാൻസൽ ചെയ്തു പോകും. സോ നമുക്ക് എന്ത് കിട്ടി, എൽ എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ അത് രണ്ടും സെയിമാ. ഇനി AT സ്ക്വയർ കൂടെ നോക്കിയാൽ മതി അല്ലെ. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ഡയമെൻഷൻസ് എന്തിന്റെയാണ്, ഇറ്റ് ഈസ് ദാറ്റ് ഓഫ് AT സ്ക്വയർ. AT സ്ക്വയർ നമുക്കറിയാം ആക്സിലറേഷന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ LT⁻² ആണ് അല്ലെ. അതുപോലെ T സ്ക്വയർ ടൈമിന്റെ എന്ന് പറയുമ്പോൾ T സ്ക്വയർ എന്ന് വരും. സോ ഇവിടെയും T⁻²ഉം T⁻²ഉം ക്യാൻസൽ ചെയ്ത് പോകും. സോ നമുക്ക് എന്ത് തന്നെ കിട്ടും, L എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് 3 ടേംസ് ആണുള്ളത്, എസ്, യു ടി, അതുപോലെ AT സ്ക്വയർ. 3ന്റെ ഡയമെൻഷൻസ് സെയിം അല്ലേ, അതെ. സിൻസ് the 3 terms have the same dimensions, നമുക്ക് എന്ത് പറയാം, the equation is dimensionally correct. ക്ലിയർ ആണല്ലോ. അത് നിങ്ങൾ ലാസ്റ്റ് എഴുതണം. എല്ലാ ടേംസിനും സെയിം ഡയമെൻഷൻ ആയതുകൊണ്ട് ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ്. ഓക്കെ അല്ലേ. നമുക്ക് അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ v സ്ക്വയർ is equal to u സ്ക്വയർ plus 2as. സോ ഇവിടെ നമുക്ക് എത്ര ടേംസ് ഉള്ളത്, 3 ടേംസ് ഉണ്ട് അല്ലേ. v സ്ക്വയർ ഉണ്ട്, u സ്ക്വയർ ഉണ്ട്, as ഉണ്ട്. 2 എടുക്കണ്ട, അതൊരു കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് v സ്ക്വയർ ഡയമെൻഷൻ നോക്കാം. ഡയമെൻഷൻസ് ആണ് കാണാൻ പോകുന്നത്. ഫസ്റ്റ് വൺ v സ്ക്വയർ. എന്താണ് v സ്ക്വയർ ഡയമെൻഷൻ, v ഡയമെൻഷൻ നമുക്കറിയാം എന്താണ്, LT⁻². സോ ഒന്ന് സ്ക്വയർ ചെയ്യുക അതിനെ. അപ്പൊ എല്ലാ ടേംസിനെ സ്ക്വയർ വരും. അപ്പൊ എന്ത് കിട്ടും നമുക്ക് ആൻസർ. സോ വി വിൽ ഗെറ്റ് ഹിയർ ആൻസർ ആസ് L സ്ക്വയർ T⁻². L സ്ക്വയർ T⁻². L സ്ക്വയർ T⁻² എന്നാണ് നമുക്ക് v സ്ക്വയറിന്റെ ഡയമെൻഷൻ കിട്ടിയത്. നൗ കമ്മിങ് ടു u സ്ക്വയർ. സോ u നമുക്കറിയാം ഇനീഷ്യൽ വെലോസിറ്റി ആണ്, v ഫൈനൽ വെലോസിറ്റി ആണ്. സോ സെയിം തന്നെയല്ലേ വരാൻ പോകുന്നത്. LT⁻² സ്ക്വയർ ചെയ്യുന്നു. സോ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് L സ്ക്വയർ T⁻². ഇനി നമുക്ക് as, മൂന്നാമത്തെ ടേം ആണ് as, ആക്സിലറേഷൻ ഇൻറ്റു s. ആക്സിലറേഷൻ നമുക്കറിയാം LT⁻² ആണ് ഡയമെൻഷൻ. ഇനി s ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ പറഞ്ഞ എന്തിലാണ്, L-ലാണ്. സോ ഇവിടെ എന്ത് പറ്റും, L × L L സ്ക്വയർ ആകും.
പിന്നെ ടിക്ക് ബാക്കിയുള്ളത് t⁻² ആണ്. ഇവിടെ നോക്കിക്കേ, v സ്ക്വയറിനും u സ്ക്വയറിനും as-നും 3 പേർക്കും കിട്ടിയേക്കുന്ന ഡയമെൻഷൻ സെയിം അല്ലേ? സെയിം ആണ്. എന്താ കിട്ടിയത്? l² t⁻². അപ്പൊ നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യണം? ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് സാറ്റിസ്ഫൈഡ് അല്ലേ? സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇക്വേഷൻ ഇസ് ഡയമെൻഷനലി കറക്റ്റ്. ഓക്കെ, നിങ്ങൾ ഫൈനൽ എഴുതണം, ദ ഇക്വേഷൻ ഇസ് ഡയമെൻഷനലി കറക്റ്റ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ആൻസർ കറക്റ്റ് അല്ലെങ്കിൽ അത് ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കില്ല. അപ്പൊ നമ്മൾ കണ്ട എല്ലാ എക്സാമ്പിൾസും എന്തായിരുന്നു? ഡയമെൻഷനലി കറക്റ്റ് ആയിരുന്നു. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു ഇക്വേഷൻ ആണ്. ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ h is equal to u² by 2g. h is equal to u² by 2g. Next one, check the correctness of the equation h is equal to u² by 2g. നമുക്ക് ഓരോന്നിന്റെയും ഡയമെൻഷൻസ് കണ്ടുപിടിക്കണം അല്ലേ? സോ ലെറ്റ്സ് ചെക്ക് ദ ഡയമെൻഷൻ ഫോർ h. എന്താണ് h ന്റെ ഡയമെൻഷൻ? യെസ്, ഡയമെൻഷൻ ഓഫ് h. h ഹൈറ്റ് നമ്മൾ എടുക്കുവാണെങ്കിൽ l ആണ് അതിന്റെ ഡയമെൻഷൻ. നൗ കമ്മിങ് ടു u². നമുക്കറിയാം ഇനീഷ്യൽ വെലോസിറ്റി ആണ് u, അതിന്റെ ഡയമെൻഷൻ l⁻⁻1 എന്നാ. സോ അതിന് സ്ക്വയർ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് l² t⁻². ഓക്കെ, ഇനി ജിയുടെ ഡയമെൻഷൻ നമുക്കറിയാം, ആക്സിലറേഷനും a ആണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് g. സോ രണ്ടിനും സെയിം ഇക്വേഷൻ ആണ് വരുന്നത്. സോ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് l⁻². സോ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു അപ്ലൈ ഹിയർ ആസ് u² by 2g അല്ലേ? u² by 2g യുടെ ഡയമെൻഷൻ നോക്കണം. u² divided by g, 2 എടുക്കേണ്ട ആവശ്യമില്ല. സോ എന്ത് പറ്റും? വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് l² t⁻² divided by l⁻². So t⁻² and t⁻² get cancelled. ടിയുടെ ടേം മൊത്തത്തില് കട്ടായി പോയി. ഇനി നമുക്ക് l, ഇവിടെ ഒരെണ്ണവും കട്ടാവും, ഇവിടെ ഒരെണ്ണവും പോവും. സോ വാട്ട് ഇസ് ലെഫ്റ്റ്? ബാക്കി വരുന്നത് എന്താണ്? l. സോ നോക്കിക്കേ, ഇവിടെ നമുക്ക് രണ്ട് ക്വാണ്ടിറ്റീസ് വരുന്നുണ്ട്. h-ന് കിട്ടിയേക്കുന്നത് എന്താണ്? l എന്ന് കിട്ടി. സെയിം തന്നെയാണ് u² by g ക്കും കിട്ടിയത് അല്ലേ? l. സോ നമുക്ക് എന്ത് പറയാം? ഇവിടെ രണ്ട് ടേംസ് ആണുള്ളത്. ഈ രണ്ട് ടേംസിന്, അതായത് h ആൻഡ് u² by g, ഇവർക്ക് രണ്ടുപേർക്കും സെയിം ഡയമെൻഷൻ ആണ്. അതായത് l എന്ന് പറയുന്നത് സെയിം ഡയമെൻഷൻ ആയതുകൊണ്ട് ദിസ് ഇക്വേഷൻ ഇസ് സെഡ് ടു ബി ഡയമെൻഷനലി കറക്റ്റ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. എന്താണ് രണ്ടാമത്തെ ഡയമെൻഷണൽ ഇക്വേഷൻസിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഡയമെൻഷൻ അനാലിസിസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നോക്കാം. ഡിറൈവിംഗ് ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. പല ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള കറക്റ്റ് റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്തെടുക്കാൻ, ഡെറിവേഷൻസ് അല്ലെ, ഡെറിവേഷനിലേക്ക് വരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഡയമെൻഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഓൾറെഡി പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ കണ്ടു കഴിഞ്ഞു അല്ലെ? സോ ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യാൻ പറ്റും. പല ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള ആ ഒരു റിലേഷൻ എന്താണെന്നുള്ളത് ഡിറൈവ് ചെയ്യാൻ സാധിക്കും. സോ ഈ മെത്തേഡിനെ പറഞ്ഞ പേരാണ് എന്ത്? ഡയമെൻഷണൽ അനാലിസിസ്. സോ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് ഉപയോഗിച്ചുകൊണ്ട് പല ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെയും റിലേഷൻഷിപ്പിനെ ഡിറൈവ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിന് പറഞ്ഞ പേരാണെന്ത്? ആ ഒരു മെത്തേഡാണ് ഡയമെൻഷണൽ അനാലിസിസ്. വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് ഡയമെൻഷണൽ അനാലിസിസ്. ഓക്കെ, സോ ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ കാണാൻ പോവാണ്. ഡെഡ്യൂസ് എൻ എക്സ്പ്രഷൻ ഫോർ ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. എക്സാമിന് എപ്പോഴും സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇവിടെ ടൈം പീരീഡ്, ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കണം. അതിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യണം. സോ നമുക്കറിയാം, ഇതിന്റെ ആൻസർ നോക്കാൻ പോവാണ്. ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ പീരിയഡ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? പ്രധാനമായും 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ? എന്തൊക്കെയാണ്? ആ ബോബിന്റെ മാസ്, അതാണ് സ്മോൾ ലെറ്റർ m എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലെങ്ത് ഓഫ് ദ പെൻഡുലം, ആ പെൻഡുലത്തിന്റെ നീളം എത്രയാണ്? l. അതുപോലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എർത്ത് എക്സേർട്ട് ചെയ്യുന്ന ആ ഒരു ഗ്രാവിറ്റിയുടെ വാല്യൂ, സോ ദാറ്റ് ഇസ് g. സോ പ്രധാനമായും ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ
ടൈം പീരീഡ്, ഈ 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. മാസ് ഓഫ് ദ ബോബ്, അതുപോലെ ലെങ്ത് ഓഫ് ദ പെൻഡുലം ആൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ ഇത് 3ഉം ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? T is proportional to M L G. M into L into G. T is proportional to mass into length into gravity. ക്ലിയർ ആണല്ലോ? സോ ഇവിടെ പ്രപ്പോർഷണാലിറ്റി കളഞ്ഞ് ഈക്വൽ ടു കൊടുത്തപ്പോഴാണ് നമുക്ക് കെ എന്നുള്ളൊരു കോൺസ്റ്റന്റ് വന്നേക്കുന്നത് അല്ലേ. കെ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ അതിന് ഡയമെൻഷൻ ഇല്ല, അപ്പൊ അത് എഴുതേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ബാക്കിയുള്ളവരുടെ ഡയമെൻഷൻസ് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ടൈം മാത്രമേ ഉള്ളൂ. സോ എമ്മിന്റെ ഡയമെൻഷൻ 0 ആയിരിക്കും, എല്ലിന്റെ ഡയമെൻഷനും 0 ആയിരിക്കും. ടൈമിന്റെ ടി എന്ന് കൊടുക്കുക, അതിന്റെ പവർ 1 ആണ്. നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് സൈഡ്. അടുത്ത സൈഡിലേക്ക് വരുമ്പോ നമുക്ക് എന്ത് കിട്ടും? കെക്ക് ഞാൻ പറഞ്ഞു ഡയമെൻഷൻ ഇല്ല. ഇനി എമ്മിന് ഡയമെൻഷൻ എന്താണ്? എം റേസ് ടു എ. ലെങ്ത്തിന്റെ ബി ആണ്, എൽ റേസ് ടു ബി. ഇനി ജി എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് അല്ലെ. സോ അതുകൊണ്ട് നമുക്ക് ആക്സിലറേഷന്റെ ഡയമെൻഷൻ തന്നെ കൊടുക്കാം. ദാറ്റ് ഈസ് എൽ ടി റേസ് ടു -2 റേസ് ടു സി. സോ ഇവിടെ നമ്മൾ ഒന്നും കൂടി റൈറ്റ് ചെയ്യണം. എം റേസ് ടു എ, എൽ റേസ് ടു ബി, വീണ്ടും ഒരു എൽ റേസ് ടു സി എന്ന് വരും, ടി റേസ് ടു -2 ഇൻറ്റു സി എന്ന് വരും. ഇനി നമുക്ക് എല്ലിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. സോ ഇറ്റ് ബിക്കംസ് എം റേസ് ടു എ, എൽ റേസ് ടു ബി പ്ലസ് സി ആൻഡ് ടി റേസ് ടു -2c. ഇനി നമ്മൾ എമ്മിന്റെ വാല്യൂസ്, പവേഴ്സ് തമ്മിലൊന്ന് ഇക്വേറ്റ് ചെയ്യാം. സോ വെൻ വി കമ്പയർ ദ പവേഴ്സ് ഓഫ് എം വി വിൽ ഗെറ്റ് എ ഈക്വൽ ടു 0. എയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി എല്ലിന്റെ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടുന്നത് അല്ലെ. അടുത്തത് ടിയുടെ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -2c ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് സിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഇങ്ങനെയാണെങ്കിൽ സി എന്തായിരിക്കും? ഈ -2നെ അടുത്ത സൈഡിലേക്ക് കൊണ്ടുവരിക, -1/2. സോ സിയുടെ വാല്യൂ നമുക്ക് കിട്ടി. സോ ബിയുടെ വാല്യൂ ഇതിലേക്ക് ഇക്വേറ്റ് ചെയ്യാലോ. സോ ഈ സിയുടെ വാല്യൂ ബി പ്ലസ് സിയുടെ ഇക്വേഷനിലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ബി പ്ലസ് -1/2 ഇസ് ഈക്വൽ ടു 0 എന്നാണ്. അതിനർത്ഥം എന്താണ്? ബി എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവിനെ അടുത്ത സൈഡിലേക്ക് കൊണ്ട് പോസിറ്റീവ് ആയിട്ട് മാറും, 1/2. സോ എന്തൊക്കെ വാല്യൂസാ കിട്ടിയത്? എ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി, അതുപോലെ ബി ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടി, സി എന്ന് പറയുന്നത് -1/2 എന്നും കിട്ടി. സോ ഈ 3 പവേഴ്സ് ആണ് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത് നോക്കിക്കേ. ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു 0. കാരണം എന്താണ്? എയുടെ വാല്യൂ 0 ആയിരുന്നു അല്ലേ. ഇനി എല്ലിന്റെ വാല്യൂ എൽ റേസ് ടു 1/2, ജി റേസ് ടു -1/2. കാരണം ബിയുടെ വാല്യൂ 1/2ഉം സിയുടെ വാല്യൂ -1/2 ആണ് നമുക്ക് കിട്ടിയത്. ഇനി എമ്മിന്റെ വാല്യൂ 0 ആയതുകൊണ്ട് നമ്മൾ ഇനി അത് എഴുതേണ്ട കാര്യമില്ല. 1/2 നമുക്ക് റൂട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. സോ നമുക്ക് എന്തായിട്ട് മാറും ഈക്വേഷൻ? ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി എന്നായിട്ട് മാറും. ഇനി നമുക്കറിയാം ഈ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? കെ ഈസ് ഈക്വൽ ടു 2π അല്ലെ. ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ. ഇനി കെയുടെ വാല്യൂ 2π ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതെ മെയിൻ ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ 2π എന്നുള്ള വാല്യൂ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ടൈം പീരീഡ് വിൽ ബിക്കം ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി എന്നായിട്ട് മാറും. സോ നമുക്ക് ആ ഒരു എക്സ്പ്രഷൻ കിട്ടി അല്ലേ. ദ ഇക്വേഷൻ ഫോർ ദ പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം എന്താണ്? ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. അവിടെ കെ എന്ന് പറഞ്ഞാൽ 2π ആണ്. ക്ലിയർ ആണല്ലോ ഡെറിവേഷൻ? ഓക്കെ. ഇനി നമ്മൾ കാണാൻ പോകുന്ന ടോപ്പിക് ആണ് ലിമിറ്റേഷൻസ് ഓഫ് ഡൈമെൻഷണൽ അനാലിസിസ്. ഈ ഒരു ഡൈമെൻഷൻ അനാലിസിസ് ചെയ്യുമ്പോൾ എന്തെല്ലാം പോരായ്മകളാണുള്ളത്? ഓക്കെ,
ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. ഇറ്റ് ഗീവ്സ് നോ ഇൻഫർമേഷൻ അബൌട്ട് ദ ഡൈമെൻഷൻലെസ് കോൺസ്റ്റന്റ് ഇൻവോൾവ് ഇൻ ദ ഇക്വേഷൻ. നമ്മളിപ്പോൾ ടൈം പീരീഡ് കണ്ടപ്പോൾ കെ എന്ന് പറയുന്നത് അല്ലേ, അതൊരു ഡൈമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് അവരെന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് ഡൈമെൻഷൻ കൊടുക്കാൻ പറ്റില്ല. സോ അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അവിടെ ഇല്ല. So there is no information about dimensionless constants in an equation. അടുത്തത്, the method is not applicable to the equations involving trigonometric and exponential functions. നമ്മൾ മാത്തമാറ്റിക്കലി പറയുമ്പോൾ ട്രിഗ്നോമെട്രിക്കും അതുപോലെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് എല്ലാം ഇൻവോൾവ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് എങ്കിൽ അതിന്റെ ഡയമെൻഷൻ അനാലിസിസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ the method cannot be employed to derive the exact form of the relationship if it contains sum of two or more terms. രണ്ടിൽ കൂടുതലോ ടേംസ് അവിടെ ഇൻവോൾവ് ആവുന്നുണ്ട് എങ്കിൽ ഈ ഒരു ഡയമെൻഷൻ അനാലിസിസ് വഴി നമുക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള എക്സാക്ട് ഫോം ഓഫ് റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യുക സാധ്യമല്ല. ഓക്കെ, ഇനി നാലാമത്തെ പോരായ്മ നമുക്ക് നോക്കാം. ഇഫ് ദ ഗിവൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ് ഓൺ മോർ ദാൻ 3 അൺനോൺ ക്വാണ്ടിറ്റീസ്. 3-ൽ കൂടുതൽ അൺനോൺ ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഈ ഡയമെൻഷൻ അനാലിസിസ് സാധ്യമല്ല. സോ ഇതെല്ലാം ഡയമെൻഷൻ അനാലിസിസിന്റെ 4 പോരായ്മകളായിട്ടാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ആപ്ലിക്കേഷൻ, ഡയമെൻഷൻ അനാലിസിസിന്റെ 3rd ആപ്ലിക്കേഷനിലേക്ക് പോകാം. ഓക്കെ, 3rd വൺ, ദ കൺവേർഷൻ ഓഫ് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ് ടു അനദർ. അപ്പോൾ ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡെറിവേഷൻ അല്ലെ, അവർ തമ്മിൽ ഒരു ഇക്വേഷൻ അതിന്റെ ഒരു എക്സാക്ട് എക്സ്പ്രഷനിലേക്ക് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ ടൈം പീരീഡിന്റെ എല്ലാം ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു, അങ്ങനെ ഒരു ഡെറിവേഷനിലേക്ക് വരാം. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ 3ാമത്തെ ആപ്ലിക്കേഷൻ ആയിട്ട് പറഞ്ഞതാണ് എന്ത്, കൺവേർഷൻ ഓഫ് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ടു അനദർ. ഒരു സിസ്റ്റത്തിൽ നിന്ന്, ഇപ്പൊ SI യൂണിറ്റിൽ നിന്നും CGS സിസ്റ്റത്തിലേക്ക് യൂണിറ്റിനെ കൺവേർട്ട് ചെയ്യാം. അല്ലെങ്കിൽ SI യൂണിറ്റിൽ നിന്നും നമുക്ക് FPS സിസ്റ്റത്തിലേക്ക്, അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നിന്നും മറ്റൊരു സിസ്റ്റത്തിലേക്ക് യൂണിറ്റിനെ കൺവേർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു 3rd സ്റ്റെപ്പ് പറയുന്നത്. നമുക്ക് അതിന്റെ ഒരു ഇവാലുവേഷൻ നോക്കാം. Let the dimensional formula for the quantity be m raised to a, l raised to b, t raised to c. അപ്പൊ നമുക്ക് ആദ്യമേ ഈ ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അവിടെ ഇൻവോൾവ് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല നമുക്ക് അറിയണം. അപ്പൊ ആദ്യമേ ഡയമെൻഷണൽ ഫോർമുല എഴുതുക. നമുക്കറിയാം ഡയമെൻഷണൽ ഫോർമുല എഴുതുമ്പോൾ മാസ്, ലെങ്ത്, ടൈം ഈ 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ പവേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഡയമെൻഷണൽ ഫോർമുല എഴുതുന്നത്. സോ ആദ്യമേ ആ ഡയമെൻഷണൽ ഫോർമുല നമ്മൾ എഴുതുന്നു. ഇനി ലെറ്റ് ദ ന്യൂമറിക്കൽ വാല്യൂ ബി n1. ഫസ്റ്റ് സിസ്റ്റത്തില് ആ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, അതായത് മാസും ലെങ്ത്തും ടൈം എല്ലാം ഇൻവോൾവ് ആയിട്ടുള്ള ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്, അതായത് വാല്യൂ എന്ന് പറയുന്നത് n1 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ഇറ്റ് ഈസ് ഈക്വൽ ടു n1 ഇൻറ്റു m1 raised to a, l1 raised to b, t1 raised to c. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഫസ്റ്റ് സിസ്റ്റത്തിൽ ഉള്ള യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി സെയിം സംഭവത്തെ തന്നെ നമ്മൾ മറ്റൊരു സിസ്റ്റം ഓഫ് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്താൽ the magnitude of the same physical quantity in another system എന്താണ്? n2 ആണെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? n2 into m2 raised to a, l2 raised to b, t2 raised to c. ഇവിടെ എന്താ വ്യത്യാസം മാത്രമേ ഉള്ളൂ? ഫസ്റ്റ് സിസ്റ്റത്തിൽ നിന്ന് സെക്കൻഡ് സിസ്റ്റത്തിലേക്ക് മാറിയപ്പോഴേക്കും എല്ലാത്തിന്റെയും വാല്യൂസ്, അതായത് പവർ സെയിം ആണ്, അതിന് നമ്പർ മാത്രം 1 എന്നുള്ളത് 2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സോ ഇത് നിങ്ങൾ ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കുക. So, magnitude of a physical quantity in one system when it is converted into another system നമുക്ക് ഇങ്ങനെ equate ചെയ്യാം. n2 into m2 raised to a, l2 raised to b, t2 raised to c will be equal to n1 into m1 raised to a, l1 raised to b, t1 raised to c. നമുക്ക് വേണ്ടത് ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ രണ്ടാമത്തെ സിസ്റ്റത്തിലെ യൂണിറ്റ് ആണ് എങ്കിൽ n2നെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഒരു സൈഡിൽ കൊടുക്കുക, ബാക്കി എല്ലാത്തിനെയും അടുത്ത സൈഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ എന്തായിട്ട് മാറും? n1 ഇൻറ്റു m1 ബൈ m2a, പവർ ആയിട്ടാണ് എഴുതേണ്ടത്,
അതുപോലെ L1/L2 raised to B into T1/T2 raised to C. സോ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെയും ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇത് മാത്രം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്താൽ മതി. എന്താണ്? N2 is equal to N1 into M1/M2 whole raised to A, L1/L2 whole raised to B, T1/T2 whole raised to C. നമുക്കപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് അതിൻ്റെ വാല്യൂസ് മാറുന്നത്, എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡൈൻസ് ഇൻ 1 Newton. എപ്പോഴും എക്സാമിന് ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതേ ഒരു ക്വസ്റ്റ്യൻ തന്നെ വേറൊരു ഫോർമാറ്റിലും എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. അതെങ്ങനെയാണ്? കൺവേർട്ട് 1 Newton into dynes. ഒരു ന്യൂട്ടനെ ഡൈൻസിലേക്ക് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് പറയാം, 1 Newton is equal to 1 Newton is equal to dash dynes. അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമേ നമുക്ക് എന്താണ് ഡൈൻ എന്ന് അറിയണം അല്ലെ. എന്താണ് ഡൈൻ? ഡൈൻ is the unit of force in the CGS system. ഫോഴ്സിന് യൂണിറ്റ് ആണ് CGS സിസ്റ്റത്തില്. അങ്ങനെയാണെങ്കിൽ എന്താണ് യൂണിറ്റ്? ഇവിടെ ന്യൂട്ടൺ കൊടുത്തേക്കുന്നത്. ന്യൂട്ടൺ എന്ന് പറയുന്നത് ഇതേ ഫോഴ്സിന്റെ തന്നെ SI യൂണിറ്റ് ആണ് അല്ലെ. ന്യൂട്ടൺ എന്ന് പറയുന്നത് SI യൂണിറ്റ് ആണ് ഫോഴ്സിന്റെ. അതുപോലെ ഡൈൻ എന്ന് പറയുന്നത് ഫോഴ്സിന് യൂണിറ്റ് ആണ്. ഇറ്റ് ഈസ് ഇൻ CGS സിസ്റ്റം. അപ്പൊ നമുക്കിവിടെ കൺവേർട്ട് ചെയ്യേണ്ടത് ഫോഴ്സിന്റെ SI യൂണിറ്റിനെ CGS സിസ്റ്റത്തിലേക്കാണ്, CGS യൂണിറ്റിലേക്കാണ്. സോ നമ്മുടെ ഇക്വേഷൻ നമ്മൾ ആദ്യമേ എഴുതി. N2 is equal to N1 into M1/M2 all raised to A, L1/L2 whole raised to B, T1/T2 whole raised to C. ഇനി നമുക്കിവിടെ ആദ്യമേ എന്താണ് ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് അറിയണം അല്ലെ. ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? F is equal to MA എന്നുള്ള ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? M raised to 1, L raised to 1, T raised to -2 എന്ന് കിട്ടും അല്ലെ. M L T raised to -2. സോ എയുടെ വാല്യൂ 1 ആണ്, ബിയുടെ വാല്യൂ 1 ആണ്, സിയുടെ വാല്യൂ -2 ആണ്. അതാണ് അവിടെ കൊടുത്തിരുന്നത്. A is 1, B is 1, C is -2. ഇനി നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യണം. അതായത് എന്താണ്? SI യൂണിറ്റിൽ നിന്ന് CGS യൂണിറ്റിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്, സിസ്റ്റത്തിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ M1 എന്ന് പറയുമ്പോൾ M1/M2 നമുക്ക് എങ്ങനെ എഴുതാം? SI യൂണിറ്റിൽ എന്താണോ നമ്മൾ മാസ് എക്സ്പ്രസ് ചെയ്യുന്നത് അത് കൊടുക്കുക. അതുപോലെ താഴെ CGS സിസ്റ്റത്തിൽ എങ്ങനെയാണ് മാസ് നമ്മൾ കൊടുക്കുന്നത്. സോ അതാണ് അവിടെ കൊടുത്തിരുന്നത്. M1/M2 എന്ന് പറയുമ്പോൾ കിലോഗ്രാം ആണ് എന്ത് SI യൂണിറ്റിൽ നമ്മൾ പറയുമ്പോൾ യൂസ് ചെയ്യുന്നത്. അതേസമയം ഗ്രാം ആണ് CGS സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ 1 kilogram by 1 gram എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? We will get 1000/1. അല്ലെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 10 raised to 3 എന്ന് എഴുതാം. ഇനി രണ്ടാമത് നമ്മൾ കാണാൻ പോകുന്ന L1/L2 whole raised to B ആണ്. സോ നമുക്കറിയാം SI സിസ്റ്റത്തില് നമ്മൾ ലെങ്ത് പറയുന്നത് മീറ്ററിലാണ്. ഇനി അതേപോലെ CGS സിസ്റ്റത്തിലാണെങ്കിൽ സെന്റിമീറ്ററിലാണ് പറയുന്നത്. സോ 1 meter by 1 centimeter എന്ന് പറയുമ്പോൾ എന്താ? 1 മീറ്ററിനെ 100 സെന്റിമീറ്റർ ആക്കാം അല്ലെ. സോ 100/1 എന്ന് വരും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 100. ദാറ്റ് മീൻസ് 10 raised to 2. ഇനി T1/T2 നമുക്കറിയാം SI യൂണിറ്റിലാണെങ്കിലും CGS സിസ്റ്റത്തിലാണെങ്കിലും ഏതിലാണെങ്കിലും ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ് അല്ലെ. സോ അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോവും. സോ നമുക്ക് അത് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫൈനൽ ഈ ഒരു ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാമല്ലോ. N2 is equal to N1ന്റെ വാല്യൂ 1 ആണ്, കാരണം 1 ന്യൂട്ടനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. സോ N1 will be 1 itself into ഈ 1000 raised to 1 എന്ന് പറയുന്നതാണ് 10 raised to 3 എന്ന് പറയുന്നത്. സോ നമുക്ക് അതിനെ വേണമെങ്കിൽ അങ്ങനെ എഴുതാം. 1 into 10 raised to 3 into 100 raised to 1 എന്ന് പറയുമ്പോൾ 10 raised to 2. ഇനി ഇവിടെ നമ്മുടെ ടൈമിനെ അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, അത് കട്ട് ചെയ്ത് പോകും. സോ 10 raised to 3 into 10 raised to 2. അങ്ങനെയാണ് നമുക്ക് ആൻസർ 10 raised to 5 എന്ന് വരുന്നത്. ഓക്കെ ചിൽഡ്രൻ, അപ്പൊ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടി. 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്ര ഡൈൻ ആണ്? 10 raised to 5 ഡൈൻസ് ആണ്.
ക്ലിയർ ആണല്ലോ? സോ ആ ഒരു ഇക്വേഷൻ മാത്രം പഠിക്കുക. അത് വെച്ചിട്ട് 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെയും ഡയമെൻഷൻ ഇക്വേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. ക്ലിയർ ആണല്ലോ? നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സോ കൺവേർട്ട് 1 ജൂൾ ഇൻടു എർഗ്. ജൂളും എർഗും ഇൻവോൾവ് ആയിരിക്കുന്നത് എന്തിന്റെ യൂണിറ്റിലാണ്? വർക്ക് ഓർ എനർജി അല്ലെ? അപ്പൊ നമുക്കിവിടെ വർക്ക് ആണെന്ന് കൺസിഡർ ചെയ്യാം. സോ വർക്ക് ആണ് നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതിന്റെ SI യൂണിറ്റ് ആണ് ജൂൾ. അതുപോലെ CGS സിസ്റ്റത്തിലെ യൂണിറ്റ് ആണ് എർഗ് എന്ന് പറയുന്നത്. സോ വർക്കിന്റെ ഡയമെൻഷണൽ ഫോമുല നമുക്ക് ആദ്യം എഴുതണം അല്ലെ? വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് നമുക്കറിയാം. ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡയമെൻഷണൽ ഫോമുല നമുക്ക് ഒന്ന് നോക്കാലോ. എന്തായിട്ട് മാറും? ഇറ്റ് ബിക്കംസ് M L T raised to -2 into L. സോ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് ബിക്കംസ് M L square T raised to -2. ഇതാണ് വർക്കിന്റെ ഡയമെൻഷണൽ ഫോമുല എന്ന് പറയുന്നത്. സോ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, അതിലേക്ക് നമുക്ക് ഇക്വേറ്റ് ചെയ്യണം അല്ലെ? സോ അതെന്തായിട്ട് മാറും? അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാം N1 into M1 L1 raised to 2 T1 raised to -2 എന്ന് വരും. is equal to N2 into M2 T2 L2 raised to 2 T2 raised to -2. ഇതാണ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് N2 ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ N2 will be equivalent to N1 into M1 by M2 L1 by L2 raised to 2 then T1 by T2 raised to -2. ഇങ്ങനെയാണ് വരുന്നത്. സോ ഇനി നമുക്ക് ഇതിന്റെ വാല്യൂസ് അതിന്റെ കറസ്പോണ്ടിങ് യൂണിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ നമുക്ക് ഇതിന്റെ യൂണിറ്റ്സിന് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം അല്ലെ? സോ ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ N2 is equal to N1 into നമ്മൾ ആദ്യം ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത് മാസിന്റെ SI യൂണിറ്റും CGS യൂണിറ്റും ആണ്. സോ ഇറ്റ് വിൽ ബിക്കം 1 kilogram by 1 gram into അടുത്ത് നമ്മൾ ഇക്വേറ്റ് ചെയ്യേണ്ടത് ലെങ്ത് ആണ്. L1 by L2 സ്ക്വയർ. SI യൂണിറ്റ് ആവുമ്പോൾ 1 മീറ്ററും CGS സിസ്റ്റം ആവുമ്പോൾ 1 സെന്റിമീറ്ററും ആണ്. അതിനെ സ്ക്വയർ ചെയ്യുക. ഇൻറ്റു രണ്ടിന്റെയും SI യൂണിറ്റ് ആണെങ്കിലും CGS സിസ്റ്റത്തിലാണെങ്കിലും രണ്ടിനും ടൈം പറയുന്ന സെക്കൻഡിലാണ് അല്ലെ? സോ 1 second by 1 second whole raised to -2. സോ ഈ ഒരു ടേം ഫുൾ ആയിട്ട് കട്ട് ചെയ്തു പോകും. ബാക്കി മാത്രം ഇക്വേറ്റ് ചെയ്യുക. സോ N1 അത് 1 ആണ് ഇൻറ്റു 1 kilogram മീൻസ് 1000 gram 1000 by 1 ഇൻറ്റു 100 by 1 whole square. സോ ഇതിനെ പവേഴ്സ് ആയിട്ട് എഴുതുമ്പോൾ N1 1 ആയതുകൊണ്ട് ഇനി എഴുതേണ്ട ആവശ്യമില്ല. 1 ഇൻറ്റു 10 raised to 3 into 10 raised to 4. 100 raised to 2 means 10 raised to 4. So നമുക്കിവിടെ ഫൈനൽ ആൻസർ കിട്ടി 10 raised to 3 plus 4. That means 10 raised to 7. അതായത് നമ്മളിവിടെ എന്താ കണ്ടുപിടിച്ചത്? 1 ജൂള് എത്ര erg ആണെന്നാണ്. സോ 1 ജൂൾ is equal to 10 raised to 7 erg എന്നാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. സോ ഇതുപോലെ ഏതൊരു യൂണിറ്റിനെയും മറ്റൊരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാതെ നമുക്ക് അതിന്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡയമെൻഷൻസ് മാത്രം അറിഞ്ഞാൽ മതി. നമുക്ക് ഇതുപോലെ കൺവേർട്ട് ചെയ്ത് അതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ നേരത്തെ ചെയ്ത ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്നുള്ളതിന് ഒരു എക്സാമ്പിളൂടെ നോക്കാം. ഇവിടെ കൊടുത്തേക്കുന്ന ഇക്വേഷൻ F is equal to mv square by r എന്നുള്ളതാണ്. സോ നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ടത് എഫിന്റെ അതേ ഡയമെൻഷൻ തന്നെയാണോ mv സ്ക്വയർ ബൈ r എന്നാണ്. ബിക്കോസ് ഇവിടെ നമുക്ക് 2 ടേംസ് മാത്രമേ ഇൻവോൾവ് ആയിട്ടുള്ളൂ അല്ലെ? നമുക്കൊന്ന് നോക്കാം. എഫിന്റെ ഡയമെൻഷൻ
നമുക്കൊന്ന് എഴുതാം. ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. സോ ഇറ്റ് ഇസ് mLT⁻². ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? സെയിം വാല്യൂ തന്നെയാണോ അടുത്ത സൈഡിലുള്ള ക്വാണ്ടിറ്റിക്ക് എന്നാണ്. സോ ഫസ്റ്റ് സൈഡിൽ നമുക്ക് കിട്ടി, ഇതാണ് നമുക്ക് എഫിന്റെ വാല്യൂ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? mv²/r-നും സെയിം തന്നെയാണോ ഡയമെൻഷൻ. സോ mv²/r-ന്റെ ഡയമെൻഷൻ നമുക്കൊന്ന് എഴുതാം. എമ്മിന്റെ ഡയമെൻഷൻ എന്താണ്? ക്യാപിറ്റൽ എം. വി എന്ന് പറയുമ്പോൾ വെലോസിറ്റി ആണ് അല്ലെ. ദാറ്റ് ഈസ് L⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻ അതിനെ സ്ക്വയർ ചെയ്യുക ഡിവൈഡഡ് ബൈ ആർ. ആർ എന്ന് പറയുമ്പോൾ റേഡിയസ് അല്ലേ. സോ ഇറ്റ് ഈസ് ഇൻ എൽ, ലെങ്ത് ആണ്. ഇനി ഇതിനെല്ലാം കൂടി നമുക്കൊന്ന് ഇക്വേറ്റ് എടുക്കുമ്പോൾ എന്ത് വരും? എം എല്ലിന് മേളിലേക്ക് കയറുമ്പോൾ -1 ആവും. സോ ഇവിടെ നമുക്ക് ഓൾറെഡി നമുക്ക് ഒരു എല്ലിന് സ്ക്വയർ ഉണ്ട്, L²T⁻² എന്നുണ്ട്. ഇത് കൂടാതെ താഴെ എല്ലുണ്ട്. സോ ഇതെല്ലാം ഇതൊന്ന് കട്ട് ചെയ്ത് കളയാം. സോ വി വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് m ഇൻറ്റു L⁻². ഇവിടെ നോക്കിക്കേ, രണ്ട് സൈഡിലെയും വാല്യൂസ് സെയിം അല്ലേ? mLT⁻². അത് thanneയാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത് അല്ലേ? mLT⁻². സോ നമുക്ക് എന്ത് പറയാം? ദ ഇക്വേഷൻ F is equal to mv²/r is dimensionally correct. Clear ആണല്ലോ? Next question. Give 2 examples for dimensionless, unitless physical quantity. ഡയമെൻഷനും ഇല്ല, യൂണിറ്റും ഇല്ല. ഒരു യൂണിറ്റ് ഇല്ല എന്നതിനർത്ഥം എന്താണ്? അവിടെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഒന്നും ഇൻവോൾവ് അല്ല അല്ലെ. അപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന് യൂണിറ്റ്സ് ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ഡയമെൻഷൻസും ഇല്ല. സോ എന്തായിരിക്കും ഇതിന്റെ ഒരു എക്സാമ്പിൾ? ഫസ്റ്റ് എന്ന് പറയുന്നത് സ്ട്രെയിൻ ആണ്. സ്ട്രെയിൻ ഇസ് എൻ എക്സാമ്പിൾ ഫോർ എ ഡയമെൻഷൻലെസ് യൂണിറ്റ്ലെസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. എന്താണ് സ്ട്രെയിൻ? യെസ്, സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ലെങ്ത് ടു ദ ഒറിജിനൽ ലെങ്ത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. സോ ഇതിന്റെ ഫസ്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? സ്ട്രെയിൻ എഴുതാം. അടുത്തത് റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നതും ഒരു ഡയമെൻഷൻലെസ് യൂണിറ്റ്ലെസ് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. റിലേറ്റീവ് ഡെൻസിറ്റി എങ്ങനെയാണ് നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത്? റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഓൾസോ എ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അല്ലെ. സോ റിലേറ്റീവ് ഡെൻസിറ്റിക്കും എന്തില്ല? യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. ഓക്കെ, ഇത് കൂടാതെ നമുക്ക് പറയാവുന്ന മറ്റൊരു എക്സാമ്പിൾ ആണ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ഓക്കെ, അതുകൂടാതെ നമുക്ക് റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും എന്തായിട്ട് തന്നെ പറയാം? ഒരു ഡയമെൻഷൻലെസ് യൂണിറ്റ്ലെസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. സോ നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗിവ് 2 examples of physical quantities which have same dimension. ഒരേ ഡയമെൻഷൻ വരുന്ന വ്യത്യസ്തമായ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് കണ്ടായിരുന്നു അല്ലെ? ഒരേ ഡയമെൻഷൻ കിട്ടുന്നവര് ഏതൊക്കെയാണെന്ന് പറയാവോ? യെസ്, ഫസ്റ്റ് വൺ ആണ് വർക്ക് ആൻഡ് എനർജി. രണ്ടു പേർക്കും കിട്ടാൻ പോകുന്ന ഡയമെൻഷൻ സെയിം ആണ് അല്ലെ? അതുപോലെ വേറെ ഏതെങ്കിലും എക്സാമ്പിൾ പറയാൻ പറ്റുമോ? യെസ്, അടുത്ത നമുക്ക് പറയാവുന്ന ഒരു എക്സാമ്പിൾ ആണ് മൊമെന്റം അതുപോലെ ഇമ്പൾസ്. മൊമെന്റം, ഇമ്പൾസ്, ഇതിന് രണ്ടിനും ഒരേ ഡയമെൻഷൻ ആണ്. ഇത് കൂടാതെ ആക്സിലറേഷൻ നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം ആക്സിലറേഷൻ ഓഫ് എൻ ഒബ്ജക്റ്റും ഉണ്ട്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ ഓഫ് ദി acceleration of the object and acceleration due to gravity. ഇത് രണ്ടും നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിംഗ് സെയിം ഡയമെൻഷൻ. ഓക്കെ, ഇതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ആണ് വെലോസിറ്റിയുടെ കേസ്. നമ്മൾ ഒരു ഒബ്ജക്റ്റിന് വ്യത്യസ്തമായ വെലോസിറ്റീസ് പറയുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും പറയാറുണ്ട് അല്ലേ? സോ ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും എന്ത് തന്നെയായിരിക്കും? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ഹാവിംഗ് സെയിം ഡയമെൻഷൻ. അപ്പം നമുക്ക് എന്ത് പറയാം? UV അല്ലേ? അതായത് ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ഇവർക്കെല്ലാം സെയിം ഡയമെൻഷൻസ് ആണ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Give 2 examples for physical quantities having unit
ബട്ട് നോ ഡയമെൻഷൻ. നമുക്ക് യൂണിറ്റ് ഉണ്ട് പക്ഷേ ഡയമെൻഷൻ ഇല്ല. നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യമേ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പഠിച്ചപ്പോൾ അതിന്റെ കൂടെ 2 സപ്ലിമെന്ററി യൂണിറ്റ്സ് കൂടെ പഠിച്ചു അല്ലെ? ഏതൊക്കെയാണ്? പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ. പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ. നമുക്കറിയാം ഈ 2 എക്സാമ്പിൾ പഠിച്ചപ്പോ ഇതിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡയമെൻഷണൽ ഫോർമുല പഠിച്ചായിരുന്നോ? ഇല്ല. സോ ഇവർക്ക് ഡയമെൻഷണൽ ഫോർമുല ഇല്ല, പക്ഷെ നമ്മൾ യൂണിറ്റ് പഠിച്ചല്ലേ? എന്താണ് പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ്? യെസ്, റേഡിയൻ ആണ് പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ്. അതുപോലെ സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് ആണ് എന്ത്? സ്റ്റെറേഡിയൻ. isn't it? സോ ഈ 2 എക്സാമ്പിൾസ് ആണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിംഗ് യൂണിറ്റ് ബട്ട് നോ ഡയമെൻഷൻ. ഈ പ്ലെയിൻ ആംഗിളിനും സോളിഡ് ആംഗിളിനും യൂണിറ്റ് ഉണ്ട് പക്ഷെ ഡയമെൻഷൻ ഇല്ല, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഹാവിംഗ് എനി ഡയമെൻഷണൽ ഫോർമുല. ക്ലിയർ ആണല്ലോ?